ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ബാഹുലേയാഷ്ടകം. ഓം 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 ഹോമധൂമപ്രകടതടജടാകോടിഭോഗിപ്രഭൂരം അം 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 ആതിഥേയപ്രണതപദയുഗാംബോരൂഹ ശ്രീവിലാസം ഉഗ്രനേത്രത്രയലസിതവപുർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്തഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ബാഹുലേയാഷ്ടകം 8 സംസ്കൃത പദ്യങ്ങളുള്ള സുബ്രഹ്മണ്യ സ്തുതിയാണ് ബാഹുലേയാഷ്ടകം. ഒന്നിലധികം അമ്മമാരാൽ പാലൂട്ടി വളർത്തിയപ്പെട്ടതുകൊണ്ട് സുബ്രഹ്മണ്യന് ബാഹുലേയൻ എന്ന പേരുണ്ടായത്. ബഹുലകളുടെ മകൻ ബാഹുലേയൻ. മന്ത്രരൂപത്തിലാണ് ഈ കൃതിയുടെ രചന. രോഗങ്ങളും ബാധോപദ്രവങ്ങളും ഒക്കെ അകറ്റാൻ ഈ സുബ്രഹ്മണ്യ മന്ത്രം ഉപയോഗിച്ചിരുന്നു. മന്ത്രോച്ചാരണത്തിൽ ഏകാഗ്രതയും ശക്തിയും വർദ്ധിക്കാനാണ് ഓരോ ശ്ലോകത്തിലും പലതരം ധ്വനികൾ ആവർത്തിച്ചിരിക്കുന്നത്. ഈ ധ്വനികളെല്ലാം കുണ്ടലിനി പ്രാണപ്രസരണവേളയിൽ ഒരു യോഗിക്ക് ആധാരചക്രങ്ങളിൽ അനാഹതധ്വനികളായി മുഴങ്ങി അനുഭവപ്പെടുന്നവയാണ്. മന്ത്രശക്തി വർദ്ധിപ്പാൻ ഈ ധ്വനികൾക്ക് അസാധാരണമായ കഴിവുണ്ട്. ഈ സ്തോത്രം കൊണ്ട് സുബ്രഹ്മണ്യനെ ഉപാസിച്ചു പ്രത്യക്ഷമാക്കാവുന്നതാണ്. ഓം 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 സാക്ഷാത് ബ്രഹ്മസ്വരൂപനും ഹോമധൂമപ്രകടതടജടാകോടിഭോഗിപ്രഭൂരം. ഹോമാഗ്നിയിൽ നിന്നുള്ള ധൂമങ്ങൾ പോലെ പ്രകടരൂപം കൈക്കൊണ്ടിരിക്കുന്ന ജടകളുടെ അഗ്രങ്ങളിൽ പാമ്പിൻ കൂട്ടത്തെ അണിഞ്ഞിരിക്കുന്നവനും അം 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 സാക്ഷാൽ വിഷ്ണുരൂപനും ആതിഥേയ പ്രണതപദയുഗാംഭോരൂഹ ശ്രീവിലാസം. ദേവന്മാർ കുമ്പിട്ടുകൂപ്പുന്ന 2 കൽത്താമരകളുടെയും കാന്തി പരത്തി വിളങ്ങുന്നവനും സാക്ഷാത് ശിവസ്വരൂപനും ഉഗ്രനേത്രത്രയ ജ്യോതിരാനന്ദരൂപം. ഉഗ്രനേത്രത്രയലസിതവപുർജ്യോതിരാനന്ദരൂപം. ഉഗ്രങ്ങളായ 3 കണ്ണുകളോടുകൂടിയ ദേഹത്തിൽ നിന്ന് പ്രകാശം ചൊരിഞ്ഞ് ആനന്ദസ്വരൂപനായി വർത്തിക്കുന്നവനും ശ്രീം 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 സാക്ഷാത് ശക്തിസ്വരൂപനും ശീഘ്രചിത്തഭ്രമഹരം. ചിത്തത്തിൻ്റെ സംസാരവിഭ്രമം അതിവേഗം ശമിപ്പിക്കുന്നവനുമായ ബാഹുലേയം സുബ്രഹ്മണ്യ ഭഗവാനെ അനിശം ഭാവയേ ഞാനുള്ളിൽ സദാ ഭാവന ചെയ്യുന്നു. സാക്ഷാത് ബ്രഹ്മസ്വരൂപനും ഹോമധൂമം വ്യക്തമായി ഉയർത്തിക്കെട്ടിയ ജടയുടെ അറ്റത്ത് പാമ്പുകൾ അണിഞ്ഞവനും ദേവന്മാരാൽ നമിക്കപ്പെടുന്ന കാലിണയാകുന്ന താമരയുടെ ശോഭ കൊണ്ട് വിലസുന്നവനും ഉഗ്രമായ 3 കണ്ണുകളാൽ ശോഭിക്കുന്ന ശരീരമുള്ളവനെങ്കിലും ജ്യോതിസിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്വരൂപമായവനും ചിത്തഭ്രമം അനായാസം നീക്കുന്നവനും ആയ ബാഹുലേയനെ എല്ലായ്പ്പോഴും ഞാൻ ധ്യാനിക്കുന്നു. ഓംകാരം ബ്രഹ്മമാണ്. ആ വിഷ്ണുവും ശിവനും ശ്രീ ശക്തിയുമാണ്. ഇഷ്ടദേവനെ തന്നെ ബ്രഹ്മമായും വിഷ്ണുവായും ശിവനായും ശക്തിയായും പ്രകീർത്തിച്ചിരിക്കുന്നു.
ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണല്ലോ ഇഷ്ടദേവൻ. രാഗാദിക്ലേശങ്ങളെല്ലാം ചിത്തത്തിൻ്റെ സംസാരഭ്രമങ്ങളാണ്. സുബ്രഹ്മണ്യനെ ഭാവന ചെയ്തുറപ്പിച്ചാൽ തനിക്കും തന്നോട് ബന്ധപ്പെട്ടവർക്കുമുള്ള അത്തരം ഭ്രമങ്ങളൊക്കെ അതിവേഗം മാറിക്കിട്ടുന്നതാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം